ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് വീണ്ടും ഒരു പുതിയ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതുപോലത്തെ സാറ്റിൻ കവർ ചെയ്ത ബോയും ചെറിയ വൈറ്റ് കളർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കിത് എൻ്റെ മോള് പണി തന്നതാണ്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ എംബ്രോയിഡറിക്ക് ഞാൻ വാങ്ങി വെച്ചിരുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. ഇതെല്ലാം കൂടി അവൾ മിക്സ് ആക്കി തന്നിട്ടുണ്ട്. പാക്കറ്റുകളായിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. അതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഷുഗർ ബീഡ്, കട്ട് ബീഡ്, സീക്വൻസ്, അങ്ങനെ സ്റ്റോണുകളൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് കോർത്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ നീഡിലാണ് എടുത്തിരിക്കുന്നത്. ബീഡ്സ് കോർക്കുന്ന നീഡിലാണ്. അതിന് നോർമൽ ത്രെഡിലാണ് നമ്മൾ കോർത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാറ്റിൻ്റെ ഇതിലൂടെ നമുക്ക് നൂലിനെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ബാക്കിൽ നിന്ന് കോർക്കണം. നമ്മൾ കെട്ടിടുന്ന ഭാഗം ബോയുടെ ബാക്കിൽ പോകണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് കാണുമ്പോൾ വൃത്തികേടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിൽ നിന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബീഡ്സ് കോർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതിയിലൊന്നും കോർക്കേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെയൊക്കെ കോർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ബീഡ്സ് നല്ല തിക്കായിട്ട് കോർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം സീക്വൻസാണ് കോർത്ത് കൊടുക്കുന്നത്. സീക്വൻസ് ഞാൻ സാധാരണ രീതിയിൽ കോർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സീക്വൻസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഷുഗർ ബീഡ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് ഷുഗർ ബീഡ് കോർക്കുക. അതിന് ശേഷം ഷുഗർ ബീഡിനെ നമ്മൾ മാറ്റിയിട്ട് സീക്വൻസിൻ്റെ ഉള്ളിലൂടെ മാത്രം ത്രെഡിനെ ബാക്കിലേക്ക് ഒന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ. അപ്പോൾ നമ്മുടെ സീക്വൻസ് അവിടെ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ ഷുഗർ ബീഡുകൾ, അതുപോലെ കട്ട് ബീഡ്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് കളർ ബീഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ബ്ലൂ കളറ് ഷുഗർ ബീഡ് ഇട്ടിട്ട് നമ്മൾ അത് നേരത്തെ സീക്വൻസ് ചെയ്ത പോലെ തന്നെ ആ സീക്വൻസിൻ്റെ ഉള്ളിൽ നമ്മൾ ഷുഗർ ബീഡിനെ മാറ്റി നിർത്തി വലിച്ചെടുത്ത പോലെ തന്നെ ഇതും അതുപോലെ തന്നെ വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ടിരിക്കണം. ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ ബീഡ്സ് കംപ്ലീറ്റ് കോർത്തെടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മുടെ ഈ ബോയുടെ ഒരു കാൽ ഭാഗം ഇട്ടതിന് ശേഷമാണ് ഞാൻ ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെവിയുടെ ബാക്കിൽ വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ബീഡ്സ് വർക്കൊന്നും കൊടുക്കാതിരിക്കുക നല്ലത്. കാരണം ചെറിയ കുട്ടികൾക്ക് അത് കൊള്ളുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആ വേദനയൊക്കെ എടുക്കുമ്പോൾ അവർ പിന്നെ ആ ബോ വയ്ക്കാനേ ഇത് കൂട്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഭാഗം ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പണി കിട്ടി തുടങ്ങുന്നുണ്ട്. കാരണം കണ്ടോ, നൂല് കെട്ട് പണിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഈ ബോ കംപ്ലീറ്റ് ആവുന്നവരെ നല്ല പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം തന്നെയാണ് ഇതിൻ്റെ പണി എനിക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഫുൾ ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ മൈൻഡൊന്നും ഒരേപോലെ ആവില്ലല്ലോ. ഇന്ന് ഞാൻ വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിടുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്കിതിൻ്റെ കംപ്ലീറ്റ് വർക്കിലും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നൂല് വലിഞ്ഞു. അത് കാരണം പിന്നെ ഞാൻ പകുതിയാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് മതിയെന്ന് തോന്നി. ഞാൻ അതവിടെ നിർത്തി. ബാക്കി ഭാഗം വേറെ രീതിയിൽ ചെയ്തു. ഞാൻ ഫുള്ളത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പകുതി എത്തിയപ്പോൾ എന്തോ നമ്മൾ വിചാരിച്ച പോലെ തോന്നിയില്ല. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ ബാലൻസ് ഭാഗം വേറെ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. ആ ബീഡ്സും ചെയ്ത് കുറച്ച് എത്തിയപ്പോഴാണ് അത് ബീഡ്സ് കംപ്ലീറ്റ് ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ അത് ഡബിൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റിൽ വീണ്ടും ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് പണി കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം നമുക്ക് എന്താ മനസ്സിലാവുക, ഒരിക്കലും ഒരു കാര്യവും മടിയോടുകൂടി ചെയ്യരുത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെയുള്ള മേക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ക്രാഫ്റ്റ് ആയാലും അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെറുപ്പത്തിലേ നമ്മുടെ വനിതകളിലൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ ജ്വല്ലറി മേക്കിങ്ങും നമ്മുടെ ഉള്ള ഐറ്റംസൊക്കെ വെച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പണ്ടൊക്കെ വനിതയിലൊക്കെ ഉണ്ടാവുമല്ലോ, മാഗസിനുകളിലൊക്കെ അങ്ങനെ കാണുന്ന ഐറ്റംസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ക്രാഫ്റ്റ്. അങ്ങനെ ആ ഒരു ഇഷ്ടം വെച്ചിട്ടാണ് ഞാനിത് പഠിച്ചതും. അങ്ങനെ അത്രയും നമ്മുടെ ഇഷ്ടത്തോട് ചെയ്യുന്ന കാര്യത്തിൽ മടി പിടിച്ചിരിക്കുമ്പോൾ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ പണിയാണ്. എങ്കിലും അവസാനം ഞാനത് ഭംഗിയാക്കി എടുത്തു. പക്ഷേ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, പകുതി എത്തിയപ്പോൾ ഞാൻ മാറ്റി വേറെ കുറച്ച് ബീഡ്സ് എടുത്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തു. അത് ഞാനത് എടുത്ത സമയത്ത് അത് ശ്രദ്ധിച്ചില്ല, ബീഡ്സ് എത്ര വേണം എന്നുള്ളതൊന്നും. അപ്പോൾ കണ്ട ബീഡ് എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തതും. മാച്ച് ചെയ്ത് വരുന്ന രീതിയിൽ എടുത്ത് ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മുടെ ഐഡിയകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിപ്പോൾ ഒരു വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ പകുതി എത്തുമ്പോൾ ഞാൻ എൻ്റെ ഐഡിയ ചേഞ്ച് ചെയ്ത് വേറെ മോഡലൊക്കെ ആക്കും. അതെനിക്ക് ഉള്ളൊരു ശീലം തന്നെയാണ്. പക്ഷെ എന്നാലും ഇത് ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മടിയായി. അപ്പോൾ അത് മാറ്റി ചെയ്തതാണ്. ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോർത്ത് അതിലേക്ക് ബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോർത്ത സമയത്ത് നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉറപ്പ് കിട്ടുമായിരുന്നു. അത് ഞാൻ അപ്പം ചെയ്തില്ല. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് ഒറ്റ പ്രാവശ്യം കോർത്തിട്ട് നമ്മുടെ സാറ്റിനിലേക്ക് ഒന്ന് കുത്തി കോർത്തതിന് ശേഷം വീണ്ടും അതിലൂടെ തന്നെ ബാക്കിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നന്നായിട്ട് അത് സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കും. പക്ഷേ ഇത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു.
കണ്ട് ഇതുപോലെ കോർത്ത് പോവാണ് ഞാൻ ചെയ്തത്. ഇനി അടുത്തത് ആ ഒരു ഫ്ലവർ, വേറെ മോഡൽ ഫ്ലവറിൻ്റെ അതെടുത്തിട്ട് ഇതുപോലെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നമ്മുടെ സീക്വൻസും ഷുഗർ ബീഡും കൊടുത്തിട്ട് ഷുഗർ ബീഡിനെ മാറ്റി സീക്വൻസിലൂടെ താഴേക്ക് കുത്തി കോർക്കുകയാണ്. അല്ലെങ്കിൽ ഈ ബീഡ് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബീഡ് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുപോലെ കോർത്തിട്ട് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡും കോർക്കും. അതിനുശേഷം ഷുഗർ ബീഡിനെ മാറ്റി നിർത്തി നമ്മൾ സീക്വൻസിലൂടെ താഴേക്ക് കുത്തി കോർക്കും. ഈ ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നപ്പോൾ. ആ ബ്ലൂ കളറൊക്കെ വന്നപ്പോൾ അവിടെ ഭംഗി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇരട്ടിപ്പണി കിട്ടിയെന്ന് പറയുന്നത് ഇതെവിടെയും ഒരു 2 വട്ടം നമ്മളിതൊന്ന് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാമായിരുന്നു. ഇതുപോലെ താഴത്തേക്ക് ഒന്ന് കോർക്കുക. ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കോർക്കണം. ഇങ്ങനെ കോർത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും ഈ ത്രെഡ് നമ്മൾ അടിയിൽ നിന്ന് സീക്വൻസിൻ്റെ ഉള്ളിലൂടെ മാത്രം, ആ ഒരു വലിയ ബീഡിൻ്റെ സീക്വൻസിൻ്റെ ഉള്ളിലൂടെ മാത്രം മുകളിലേക്ക് കോർത്തെടുത്തിട്ട് വീണ്ടും താഴേക്ക് അതേപോലെ തന്നെ കോർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മുടെ ബീഡ് നല്ല സ്റ്റിക്കായിട്ട് നിന്നേനെ. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെയാണ്. അപ്പോൾ അവിടെ ഒരു ലൂസായിട്ട് വന്നു, കണ്ടോ, ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്തും ഞാനത് അത്രയ്ക്ക് ചിന്തിച്ചില്ല. ലാസ്റ്റ് ഈ ബീഡൊക്കെ കോർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയിട്ട് ഞാൻ വീണ്ടും റിട്ടേൺ നമ്മളിതുപോലെ തന്നെ കോർത്തെടുത്തു. അതിനുശേഷം വീണ്ടും ഗ്ലൂ വെച്ച് ഒന്നും കൂടി ഒട്ടിക്കുന്നുണ്ട്. ഞാനിത് പുറത്തേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്കല്ല, നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാനത് മോൾക്കും കൂടി യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബീഡ്സ് വെച്ച് ചെയ്യുന്നതിന് നിങ്ങൾ ആ ചെയ്യുന്ന ടൈമിൽ തന്നെ 2 വട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ കോർത്തതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒന്നും കൂടി ഒന്ന് കോർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അവസാനം അത് വീണ്ടും കോർത്തെടുക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കൈയോടെ നമ്മളത് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ബീഡ്സ് അവിടെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ലാസ്റ്റിൽ നമുക്കതൊരു ബുദ്ധിമുട്ടും ആവില്ല. അപ്പോൾ എനിക്ക് പറ്റിയ പോലെ ആർക്കും പറ്റരുത്. ഇടയിലൊക്കെ നൂല് കയറി പിടിക്കില്ല, അങ്ങനത്തെ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഞാൻ തന്നെ മടി പിടിച്ച് ചെയ്ത വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഹെയർ ബോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് ചോദിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ഞാൻ ഇടാം. എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ ബഡ്സിൻ്റെ ഹെയർ ബാൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആൾ കാണുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. നമുക്കത് തന്നെ ആയിട്ട് വരാം. അപ്പോൾ ബീഡ്സൊക്കെ കോർത്ത് കഴിഞ്ഞു, കണ്ടോ അതിങ്ങനെ ഇളകി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പിന്നെ തിരിച്ച് കോർത്ത് പോയത്. അപ്പോൾ ഇതിനി കോർക്കാൻ നല്ല പണിയായിരുന്നു. നമ്മൾ ബീഡ്സൊക്കെ കോർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഡബിൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനത് ചെയ്ത് കൊടുത്തു. കാരണം കുട്ടികൾക്കൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അവരത് പെട്ടെന്ന് തന്നെ ചീത്തയാക്കി കളയും. അപ്പോൾ ആദ്യം നമ്മൾ കോർത്ത രീതിയിൽ തന്നെ എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ബീഡ്സ് ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കോർത്തിട്ട് നമ്മൾ പിന്നെ താഴേക്ക് കോർക്കുമ്പോൾ ഷുഗർ ബീഡിനെ മാറ്റി സീക്വൻസിലൂടെ താഴേക്ക് കോർക്കുക. അതുപോലെ അങ്ങനെ എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അവിടെ ഒന്നും കൂടി സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ. പിന്നെ ആദ്യമേ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ടൈറ്റിൽ നിന്നേനെ. ഞാൻ രണ്ടാമത് ചെയ്ത കാരണം, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത കാരണം അത് നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ കുറച്ച് നമ്മുടെ B7000 ഗ്ലൂ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടണം എന്നൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറമേക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും തുന്നണതായാൽ പോലും ഞാൻ അതിൻ്റെ അടിയിലൊക്കെ പശയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഫ്ലവറൊക്കെ വെക്കുന്നത് ഞാൻ ക്യാൻവാസിൻ്റെ ഷീറ്റ് അടിയിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ ബോയിൽ ഡയറക്റ്റ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആയാൽ പോലും ഒരു പീസ് കട്ട് ചെയ്ത് ഞാൻ അടിയിൽ വെച്ച് കൊടുക്കും. കാരണം പെട്ടെന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് കളയും. ഇപ്പോൾ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വർക്ക് പിന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്ഷനിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീട്ടിലേക്കും ചെയ്യാറ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഇതുപോലെ കോർത്തെടുത്തപ്പോഴും ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ കുറച്ച് ഗ്ലൂവും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ അതങ്ങനെ വിട്ടുപോവില്ല, അത് വിട്ടുപോവില്ല എങ്കിലും അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അനങ്ങണ കാണുമ്പോൾ നമുക്കൊരു ഭംഗികേട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങി നിൽക്കുന്നതാണ് ബീഡ്സ്. അപ്പോൾ അതൊരു ഭംഗി കിട്ടില്ല, ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പശയും കൂടി ഒട്ടിച്ച് കൊടുത്തത്. ഇതങ്ങനെയാണ് വരിക നമ്മുടെ ഹെയർ ബാൻഡ്. 2 സെറ്റ് ഫ്ലവർ ബീഡും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ലെവലായി വന്നേനെ 2 സൈഡിലും. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാണാനൊക്കെ ലുക്കായിട്ടുണ്ട്.
ഇതുപോലെ ഞാൻ ബാക്കിൽ ഒരു ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് ഗ്ലൂവും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഹെയർ ബാൻഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ പറയണം. ഇത്രയൊക്കെ പണി കിട്ടിയെന്നുണ്ടെങ്കിലും ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഇനിയൊരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.